ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് ഹൈക്കോടതി. ഓഡിറ്റർ ഹൈക്കോടതിയിൽ പറയുകയാണ്. പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ ഓഡിറ്റർക്ക് 10 ദിവസം ഹൈക്കോടതി നൽകിയിരിക്കുന്നു. ആവശ്യപ്പെട്ട രേഖകൾ ബോർഡ് നൽകിയില്ല എന്ന് ഓഡിറ്റർ. ഇൻപുട്ട് ടാക്സ് ആവശ്യത്തിനായി സ്വത്ത് രജിസ്റ്റർ അടക്കം ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല എന്നുൾപ്പെടെയാണ് ഓഡിറ്റർ ഇപ്പോൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നത്. ബിനിൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഈ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് ഓഡിറ്റർ തന്നെ കോടതിയിൽ അറിയിക്കുകയാണല്ലേ, എന്താണ് സംഭവിച്ചതെന്നാണ് നൽകുന്ന വിശദീകരണം? അക്ഷയ, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഓഡിറ്ററിൽ നിന്ന് ആ വിവരങ്ങൾ ശേഖരിച്ച് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, ആ കണക്കുകളിൽ ഏത് തരത്തിലുള്ള ക്രമക്കേടാണ് നടന്നിരിക്കുന്നതെന്നത് മനസ്സിലാക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഓഡിറ്ററെ ഈ കേസിൽ കക്ഷി ചേർക്കുകയും ഓഡിറ്റർക്ക് ദേവസ്വം ബോർഡ് നൽകിയ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഓഡിറ്റ് ചെയ്ത വിജയൻ അസോസിയേറ്റ്സ് തങ്ങളുടെ കയ്യിൽ കിട്ടിയ വിവരങ്ങളും എന്താണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളിൽ സംഭവിച്ചിരിക്കുന്നതെന്നും കോടതി അറിയിച്ചത്. അപ്പോൾ എല്ലാ കണക്കുകളിലും പൊരുത്തക്കേടുണ്ട് എന്നതാണ് ഓഡിറ്റർ വ്യക്തമാക്കുന്നത്. അതായത് ഇതിൽ ഈ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ബില്ലാണ് പല കാര്യങ്ങൾക്കും നൽകിയിരിക്കുന്നത്. അവിടെ വ്യത്യസ്തമായ പരിപാടികൾ നടന്നിട്ടുണ്ട്, പക്ഷേ അതിന്റെ ചിലതിൻ്റെയൊക്കെ ഒരുമിച്ചുള്ളൊരു ബില്ലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ പരിപാടികൾക്കും എത്ര രൂപ ചെലവായി എന്ന് കണ്ടെത്താൻ കഴിയാത്തതാണ് ഒരു വസ്തുത. മറ്റൊന്ന്, ഇൻപുട്ട് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൽ ഈ അസറ്റ് രജിസ്റ്റർ അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് പല തവണ ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിട്ടും മറുപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഓഡിറ്റർ പറയുന്നത്. അതായത് ഈ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓഡിറ്റർക്ക് വേണ്ട വിവരങ്ങൾ ആവശ്യപ്പെട്ട ഓഡിറ്റർ ദേവസ്വം ബോർഡിനെ സമീപിക്കുകയാണ്, പക്ഷേ ദേവസ്വം ബോർഡ് അതിന് ഒരു മറുപടിയും കൊടുക്കുന്നില്ല. അവിടെയാണ് ഇതിന്റെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കോൺട്രാക്റ്റിലേക്ക് പോയിരിക്കുന്നു, ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നു. ആ കരാറിന്റെ വ്യവസ്ഥകൾ പ്രകാരം ദേവസ്വം ബോർഡ് തന്നെ ഇതിന്റെ ഓരോ ഘട്ടത്തിലെയും പണച്ചെലവ് പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പലതിലും കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിന് എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് നിർദ്ദേശിക്കാൻ കഴിയുന്നതെന്ന് ഓഡിറ്ററോട് തന്നെ കോടതി ചോദിച്ചിരിക്കുന്നത്. ഇനി ഓഡിറ്ററാണ് ഇനി ആ കണക്കുകളിൽ വ്യക്തത വരുത്തുന്നതിന് എന്തൊക്കെയാണ് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, അത് കോടതിയുടെ ശ്രദ്ധയിലേക്ക് വരുത്തേണ്ടത്. ഇവിടെ ഈ സാമ്പത്തിക ക്രമക്കേടുകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോടതി ഇതിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആ ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും ഉദ്യോഗസ്ഥരുമായി മാറാനുള്ള സാധ്യതയുണ്ട്. ആ ലൈബിലിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഹൈക്കോടതി പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ടാണ് കോടതി ഓഡിറ്ററോട് ഇതിൽ എങ്ങനെയാണ് ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക എന്നത് വ്യക്തത ചോദിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. കാരണം ഈ ഓഡിറ്റ് റിപ്പോർട്ട് നൽകുന്നത് ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ്. 7-ാം തീയതി തന്നെ അത് സ്പെഷ്യൽ കമ്മീഷണർക്ക് ദേവസ്വം കമ്മീഷണർ കൈമാറുകയാണ് ചെയ്യുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുകയോ അതിൽ എന്തൊക്കെ പോരായ്മകളുണ്ട് എന്ന് നോക്കുകയോ ആ ദേവസ്വം കമ്മീഷണർ ചെയ്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഹൈക്കോടതി വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച ഒരു സംഭവത്തെ, പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ ഉണ്ടായി ദേവസ്വം ബോർഡ് വലിയ വിവാദത്തിലായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഒരു ജാഗ്രതയും ഇല്ലാതെയാണ് ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തത്. ആ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഒരു ടാസ്ക് ഫോഴ്സ് ആക്കി ഈ കണക്കുകൾ പരിശോധിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആ ടാസ്ക് ഫോഴ്സിനെ ഒക്കെ ഇപ്പോൾ കോടതി എടുത്തു കളഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദേവസ്വം ബോർഡിന്റെ ഒരു കാര്യത്തിലും ഈ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു, ആ സമയമൊന്നും നൽകാതെ നേരിട്ട് ഇതിന്റെ കണക്കുകൾ കോടതി പരിശോധിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അബദ്ധങ്ങളും അല്ലെങ്കിൽ അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ പ്രശ്നങ്ങളും ഈ ബോർഡിലും തുടരുന്നു എന്നത് തന്നെയാണ് ഈ ഓഡിറ്റ് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അത് കൈകാര്യം ചെയ്ത രീതിയിൽ നിന്ന് വ്യക്തമാകുന്നത്. പിന്നെ നിലവിലത്തെ ഭരണസമിതി സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കാനില്ല, ആ കണക്കുകൾ ഞങ്ങൾ കൃത്യമായി തന്നെ കോടതിയിൽ നൽകും, സുതാര്യമായി തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ ഈ എന്നോ നടന്ന ഒരു കാര്യത്തെ പറ്റിയല്ല ചോദിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നൊരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമമാണ്. അത്രയും വലിയ തോതിൽ തന്നെ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടി അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഗമത്തിലാണ് ഓരോന്നിനും എത്ര രൂപ ചെലവായെന്ന് കണ്ടെത്താൻ പ്രയാസമുണ്ട് എന്നുൾപ്പെടെയുള്ള, അതായത് പുറത്തു വന്നൊരു ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളായിരുന്നു. അതിനിടയിൽ ഇങ്ങനെ ഒരു വിശദീകരണം കോടതിയിൽ നൽകുന്നത്, ബോർഡിനെതിരെ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ കോടതി വിമർശനം ഉന്നയിക്കുന്നത്?
അക്ഷയ, നേരത്തെ തന്നെ ഹൈക്കോടതി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ബോർഡ് ഉത്തരവാദികളായിരിക്കുമെന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കണ്ടെത്തലിലേക്ക് കോടതി പോയി കഴിഞ്ഞാൽ അത് ആ ലയബിലിറ്റി ഫിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ കോടതി എത്തി നിൽക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യം, ഇത് ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം എന്ന് പറയുന്ന 60 ദിവസമാണ്. 60 ദിവസത്തെ വരവ് ചെലവ് കണക്കൊന്നും അല്ല ഓഡിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കോടതി ആവശ്യപ്പെട്ടത്. ഒരൊറ്റ ദിവസത്തെ പരിപാടി, രാവിലെ തുടങ്ങി വൈകിട്ട് അവസാനിച്ച ഒരു ദിവസത്തെ പരിപാടിയുടെ വരവ് ചെലവ് കണക്ക് പോലും കൃത്യതയോടെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ കണക്ക് ശരിയല്ലെന്ന് ഓഡിറ്റർ തന്നെ കോടതിയിൽ വിശദീകരിക്കേണ്ടുന്ന അവസ്ഥയാണ്. എന്തായാലും 10 ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് ബോർഡിന്. അതിനുള്ളിൽ തന്നെ ഈ കണക്ക് കൃത്യമായിട്ടുള്ള കണക്ക് നൽകാനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നു ദേവസ്വം ബോർഡിനെതിരെ. ബിനിലാണ് കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.